ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് പാരൻസ് ഒന്നും ഇല്ലാത്തൊരു ദിവസമാണ്. ഞാൻ അടുത്ത വീട്ടിലെ വാവയായിട്ട് കളിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ വാവയുടെ പേര് നെസ്സയാണ്. അങ്ങനെ ഞാൻ നെസ്സ ബേബിയായിട്ട് കളിക്കാനുള്ള സ്റ്റാർട്ടിങ് ആണ്. ആദ്യം തന്നെ നമ്മൾ ഷീറ്റിനകത്തൊക്കെ കയറി നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ചേച്ചീനെ ഞാൻ ഫയറൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത്. ചേച്ചി അവിടെ ഇരുന്ന് കഴിച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ കളി അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ചേച്ചി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. ഗൈസ്, ചേച്ചീൻ്റെ ഫുഡ് പൊളിയാണ്. പിന്നെ ഉടായ്പ ചേച്ചിയാണ്. എൻ്റെ അടുത്ത് റീൽസ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറ്റിക്കാറുണ്ട് ഗൈസ് ചേച്ചി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ പുറത്തേക്ക് കുറച്ച് നേരം കാറ്റോളാൻ വന്നതല്ല, എൻ്റെ മുടിയൊന്നും കെട്ടാൻ വന്നതാണ്. നെസ്സ എൻ്റെ മുടിയൊക്കെ കുലച്ചു. അപ്പോൾ അവിടെയാണ് എൻ്റെ വീട് കേട്ടോ, അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഞാൻ മുടിയൊക്കെ ഇത് ചീക്കി കെട്ടാൻ വേണ്ടി വന്നപ്പോൾ നെസ്സ തിരിച്ചു വരുന്നു. അങ്ങനെ ഞാൻ മുടി അങ്ങനെ തന്നെ ഇട്ടു. പിന്നെ നെസ്സായുമായിട്ട് കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചു നിന്നു. നെസ്സാക്ക് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ക്യാമറയിൽ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ നെസ്സായുടെ ബലൂണ് പുറത്ത് പോയി ഗായ്സ്. അങ്ങനെ ഞാൻ ബലൂൺ എടുത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. ബലൂൺ എടുത്ത് കൊടുക്കാനായിട്ട് പുറത്ത് പോയിട്ട് തിരിച്ച് വന്നപ്പോഴേക്കും അവർക്ക് ബലൂണ് വേണ്ട ഗൈസ്. ഞാൻ പോയതെല്ലാം പാഴായി. അത് കുഴപ്പമില്ല. നമ്മളങ്ങനെ ആ ബലൂൺ കുറേ നേരം കൊടുക്കാൻ ശ്രമിച്ചു, വാങ്ങാതെ. ഇപ്പം നമ്മൾ തിരിച്ചു വന്നു ഗായ്സ്. പിന്നെ നമ്മൾ മുടിയൊക്കെ കെട്ടി അങ്ങനെ മുടിയൊക്കെ സെറ്റാക്കിയ ശേഷം കുറച്ച് നേരം ഫോണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ തന്നെ എൻ്റെ അനിയൻ ഈ വോയിസ് ഓവറിൽ ശല്യപ്പെട്ടതാൻ വരും, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അങ്ങനെ നമ്മൾ കാപ്പിയൊക്കെ ചേച്ചി കൊണ്ടു. നമ്മൾക്ക് ദോശയും സാമ്പാറുമായിരുന്നു. ചേച്ചി വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ എടുത്തു. അങ്ങനെ ചേച്ചി പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസിനെ കുറിച്ചൊക്കെ എനിക്ക് കുറച്ച് ഉപദേശമൊക്കെ തന്നു. അതിനുശേഷം ഞാൻ പപ്പയും അമ്മയും വാവയൊക്കെ വന്നപ്പോൾ തിരിച്ചു പോവുകയാണ്. വാവ പ്രവേശിൻ്റെ എക്സാമിന് വരുന്നു, അതാണ് ഞാൻ അപ്പുറത്തെ വീട്ടിൽ വന്ന് നിന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്ത് അമ്മ ഒരു ചട്ടിക്കാരനെ കണ്ടു. അപ്പോൾ അമ്മയ്ക്ക് ചട്ടി വാങ്ങാനായിട്ട് അമ്മ പോയിരിക്കുകയാണ്. ആ സമയം അവിടെ ഒന്നും ബോറടിക്കാതിരിക്കാൻ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. എൻ്റെ വീട് അവിടെ ഒരു കറുത്ത ഗേറ്റിൻ്റെ അവിടെയാണ്. അങ്ങനെ വീട്ടിലേക്ക് പോകാൻ നേരത്തെ എൻ്റെ അനിയൻ മീനൊക്കെ എടുത്ത് അമ്മച്ചിൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അമ്മച്ചി അത് പൊരിച്ചു കൊടുക്കുമല്ലോ. ഞാനാണെങ്കിൽ ഇഡലിയും പനീറും ഒക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം അങ്ങനെ ഞാൻ എൻജോയ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.